നമസ്കാരം. പ്രധാന വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം, 3.5 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞ 2 കുട്ടികൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഇതിൽ കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരൻ വെന്റിലേറ്ററിലാണ്. കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ നില തൃപ്തികരമാണ്. ഈ കുട്ടിയെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രോഗസ്ഥിരീകരണം സംബന്ധിച്ച അന്തിമ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. കോഴിക്കോട് പയ്യോളി സ്വദേശിയായ 14-കാരൻ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ശേഷം ഇന്ത്യയിൽ ആദ്യമായി രോഗമുക്തി നേടിയ കേസായിരുന്നു ഇത്. ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടൽ, ഭീകരനെ വധിച്ചു. ജമ്മുകാശ്മീരിലെ കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടലിനിടയിൽ ഒരു സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. 24 മണിക്കൂറിനിടെ കാശ്മീരിൽ നടക്കുന്ന 2ാമത്തെ ഏറ്റുമുട്ടലാണിത്. ചൊവ്വാഴ്ച പുഞ്ച് ജില്ലയിലെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. അതിനിടയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. തെളിവില്ല, കൂടോത്ര വിവാദത്തിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. കോൺഗ്രസ് ആസ്ഥാനത്തും KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട്ടിലും കൂടോത്രം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. സുധാകരൻ പരാതി നൽകിയാൽ മാത്രമേ തുടരന്വേഷണം നടത്തേണ്ടതുള്ളൂവെന്ന് കാട്ടി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചു. കൂടോത്രം വെച്ചതിന് തെളിവില്ലെന്നും സുധാകരന് പരാതിയില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നും പോലീസ് പറഞ്ഞു. K സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ KPCC ഓഫീസിലും കൂടോത്രം വെച്ചിട്ടുണ്ടെന്നായിരുന്നു ആരോപണം. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു പൊതുപ്രവർത്തകനാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് കേസുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സുധാകരന് പരാതിയില്ലെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. ബജറ്റിനെതിരെ പ്രതിഷേധം, പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച അവതരിപ്പിച്ച ബജറ്റ് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. രാജ്യസഭയിലും ലോക്സഭയിലും ശക്തമായ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിയമനം അംഗീകരിച്ച് ഗവർണർ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കാനുള്ള ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു. മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങിയ ഉന്നതതല സമിതി ഏകകണ്ഠമായാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പേര് നിർദ്ദേശിച്ചത്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് അലക്സാണ്ടർ തോമസ്. 2014 ജനുവരി 23 മുതൽ 2023 സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിൽ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുള്ള ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് 2023 ജൂലൈയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ബ്രിട്ടൻ, ലണ്ടൻ സർവകലാശാല, UK എന്നിവിടങ്ങളിൽ നിന്നും നിയമപരിശീലനം നേടിയ ന്യായാധിപനായ അദ്ദേഹത്തിന് കേരള ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ 25,000-ഓളം കേസുകൾ തീർപ്പാക്കിയിട്ടുള്ള മികവ് കൂടിയുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLBയും കൊച്ചി സർവകലാശാലയിൽ നിന്നും MCAയും ലഭിച്ചു. കോമൺവെൽത്ത് യങ് ലോയേഴ്സ് കോഴ്സിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ 4 ഇന്ത്യൻ അഭിഭാഷകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ തടവുകാരൻ ചാടിപ്പോയി. തൃശൂരിൽ ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പ്രതി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. ലഹരി കേസിലെ പ്രതിയായ ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷോറാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മയക്കുമരുന്ന് കേസിൽ എറണാകുളം കോസ്റ്റൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ 2021 വിയൂർ ജയിലിലേക്ക് മാറ്റിയത്. ഇയാളുടെ പക്കൽ നിന്നും നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു. ഈ കേസിലാണ് ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. ഈ സമയത്താണ് ഇയാൾ ചാടിപ്പോയത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെളുത്ത ടീഷർട്ട് ധരിച്ച ഇയാൾ നഗരത്തിൽ തന്നെ കാണുമെന്ന നിഗമനത്തിലാണ് പോലീസ്. വെല്ലുവിളിയായി കനത്ത മഴ, രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്ത് കനത്ത മഴയും കാറ്റും തുടരുന്നതിനിടെയാണ് തീരുമാനം. ഗംഗാവലി നദിയിൽ അർജുന്റെ ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ പുരോഗമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. കനത്ത കാറ്റ് വീശുന്നതിനാലും പുഴയിലെ കുത്തൊഴുക്ക് കൂടിയതിനാലും ഇനി രക്ഷാപ്രവർത്തനം ഉണ്ടാവില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിക്കുകയായിരുന്നു. മമതാ ബാനർജി പങ്കെടുത്ത പരിപാടിയിൽ ഗേറ്റ് തകർന്ന അപകടം, 2 പേർക്ക് ഗുരുതര പരിക്ക്.
പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുത്ത സാംസ്കാരിക പരിപാടിക്കിടെ താൽക്കാലിക ഗേറ്റ് തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിഹാസ നടൻ ഉത്തം കുമാറിന്റെ 44ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് വകുപ്പ് ധാന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിക്കിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇത് സുരക്ഷാ വീഴ്ചയാണോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴ. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് മരം വീണ് അപകടം. പാലക്കാട് മുതുതല പറക്കാട് നാശം വിതച്ച് കനത്ത മഴ. പ്രദേശത്ത് കനത്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത മഴയിൽ മുതുമല പറക്കാട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. ഭാഗ്യത്തിന് ആളപായമില്ല. പ്രദേശത്ത് വൈദ്യുതി പോസ്റ്റുകളും പൊട്ടിവീണു. പാതയിൽ വലിയ തോതിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതിനടുത്തായി തന്നെ ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണും അപകടമുണ്ടായി. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീ കുറച്ചു. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. ഏറെ വിമർശനം കേട്ട കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയി സർക്കാർ. വീട് വയ്ക്കുന്നവർക്കടക്കം വലിയ ആശ്വാസമാണ് സർക്കാരിന്റെ തിരുത്തൽ പ്രഖ്യാപനം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് നിരക്കിൽ 60% വരെ കുറവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചിരിക്കുന്നത്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60% കുറയ്ക്കും. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും.